എനിക്ക് പോലും ഓഫർ വന്നിട്ടുണ്ടായിരുന്നു. നിങ്ങൾ ഈ കോളേജിനെ പറ്റി നല്ലത് പറയുകയാണെങ്കിൽ പെർ കോളിന് നിങ്ങൾക്ക് 10,000 തരാമെന്നുള്ളത്. ആ കോളേജിലൊക്കെ ബൾക്കായിട്ട് 2-3 വർഷമായിട്ട് കുട്ടികളെ വിടുവാണ്, അതുപോലെ എക്സ്പെല്ലും ആകുന്നുണ്ട് കുട്ടികൾ. ആ ഒരു റിയാലിറ്റി വെളി വരുന്നില്ല. അത് പക്ഷെ രാവിലെ അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യും, എന്റെ രാത്രി വരെ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കും, അഡ്മിഷൻ വേണോ, അഡ്മിഷൻ വേണോ, അഡ്മിഷൻ വേണോ. ഹായ് ഫാമിലി, ഡോക്ടർ അപർണ അനന്ത് ഹിയർ ആൻഡ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പൊ ഇന്ന് ഒരു MBBS എബ്രോഡ് റഷ്യ റിലേറ്റഡ് വീഡിയോ ആണ്. എല്ലാവർക്കും അത് ഇൻട്രസ്റ്റിംഗ് ആവണമെന്നില്ല, അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്ക് സ്കിപ്പ് അടിക്കാം. അപ്പൊ എന്റെ പേര് ഞാൻ ഒന്നും കൂടി പറയാം, ഡോക്ടർ അപർണ അനന്ത്. ഇവിടെ ഞാൻ മെൻഷൻ ചെയ്തേക്കാം, എന്റെ കോണ്ടാക്ട് നമ്പറും ഉണ്ട്, അത് മിസ്യൂസ് ചെയ്യരുത്. ഇതുപോലെ MBBS എബ്രോഡ് പഠിക്കണമെന്ന് ആഗ്രഹമുള്ള കുറെ ആൾക്കാരുണ്ട്. എനിക്ക് കുറേ മെസ്സേജസ് ഡെയിലി വരുന്നുണ്ട് നേരത്തെ ഇട്ട വീഡിയോസിന്റെ ബേസിൽ. അപ്പൊ അങ്ങനെയുള്ളവർക്ക് നിങ്ങൾക്ക് ഏതെങ്കിലും കോളേജിനെ പറ്റി അറിയാനോ, അല്ലെങ്കിൽ എങ്ങനെയാണ് ബഡ്ജറ്റ്, പഠിത്തവും കാര്യങ്ങളും എങ്ങനെയാണ്, ഇതൊക്കെ അറിയണമെങ്കിൽ നിങ്ങൾക്ക് അതിൽ മെസ്സേജ് ഇടാം. അപ്പം എല്ലാവർക്കും കോമൺ ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ ഉറപ്പായിട്ട് ഞാൻ വീഡിയോ ചെയ്യുന്നതായിരിക്കും. അപ്പൊ അവർക്കുള്ള ഒരു കോണ്ടാക്ട് നമ്പറാണിത്. എന്റെ യൂട്യൂബ് ഫാമിലിയുള്ള ആൾക്കാർ ആരെല്ലാം മെസ്സേജ് ഇടരുത്. ലൈക്ക് അങ്ങനെ ഒരു എന്താ പറയാ, ടൈം ഇല്ല അതിനൊന്ന് റിപ്ലൈ തരാൻ വേണ്ടിയിട്ട്. ബട്ട് ഇങ്ങനത്തെ കാര്യങ്ങളാണെങ്കിൽ ഉറപ്പായിട്ട് ഞാൻ റിപ്ലൈ തന്നിരിക്കും. അപ്പൊ നിങ്ങൾ മെസ്സേജ് ഇടുന്ന സമയത്ത് നിങ്ങളുടെ പേരും അതുപോലെ എന്താണ് നിങ്ങൾക്ക് അറിയേണ്ടതെന്നുള്ളതും കൂടെ ഒന്ന് മെൻഷൻ ചെയ്താൽ മതി. അതുപോലെ +2 കഴിഞ്ഞവരാണോ, നീറ്റ് ആസ്പിരന്റ് ആണോ എന്നെല്ലാം ഒന്ന് മെൻഷൻ ചെയ്യാം. അപ്പോൾ ഇതിലേക്ക് മെസ്സേജ് ഇട്ടാൽ മതി. വാട്സപ്പ് ആണ്, ഇല്ലെങ്കിൽ കോൾ വിളിച്ചാൽ ചിലപ്പോൾ എന്നെ കിട്ടണമെന്നില്ല, അതുകൊണ്ട് മെസ്സേജ് ഇട്ടാൽ മതി. അപ്പൊ നമ്മൾ ഇന്നത്തെ ടോപ്പിക് എലിജിബിലിറ്റി ക്രൈറ്റീരിയ ഫോർ റഷ്യൻ MBBS. ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ഇതിനെപ്പറ്റി സംസാരിക്കാൻ എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് ആണ് ഞാൻ എല്ലാ വീഡിയോസും ഷെയർ ചെയ്യുന്നത് കേട്ടോ. നമ്മൾ കുറെ നാളായില്ലേ ഇങ്ങനത്തെ ഒരു വീഡിയോ ഒക്കെ ചെയ്തിട്ട്, കുറെ നാളായി. എന്ന് ചെയ്യാൻ കുറച്ച് ബിസി ആയി പോയി. അപ്പം ഈ പറഞ്ഞതുപോലെ നമ്മുടെ നാട്ടിൽ ഇപ്പൊ ഇഷ്ടംപോലെ ഏജൻസിക്കാരുണ്ട്. ഇഷ്ടംപോലെ എവിടെ നോക്കി കഴിഞ്ഞാൽ ഇതിനെപ്പറ്റി പറയുന്ന ആൾക്കാരേ ഉള്ളൂ. സോ ഞാനൊരു ഏജൻസിയിൽ അണ്ടറിൽ വർക്ക് ചെയ്യുന്ന ഒരാളല്ല. എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് ആണ് നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഈ വീഡിയോസിൽ ഷെയർ ചെയ്യുന്നത്. അപ്പം റിയാലിറ്റി നമ്മൾ വലിച്ചു കാണിക്കും, അല്ലാതെ അതിന്റെ പോസിറ്റീവ് സൈഡ് മാത്രം സംസാരിച്ച് അങ്ങനല്ല. ഓക്കെ, ഇപ്പം എന്നോടായാൽ പോലും കുറെ ആൾക്കാർ ഏജൻസിക്കാർ എന്നെയും കോണ്ടാക്ട് ചെയ്യാറുണ്ട്. നിങ്ങളെ മാത്രമല്ല, എന്നെയും കോണ്ടാക്ട് ചെയ്യാറുണ്ട്. ഏതെങ്കിലും കോളേജിനെ പറ്റി നല്ലത് പറയാമോന്ന് ചോദിച്ചു. ഞാനത് ചെയ്യത്തില്ല. കാര്യം അങ്ങനെ ഞാൻ ചെയ്ത് കഴിഞ്ഞാൽ എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ നാളെ നിങ്ങൾ എന്നെ ക്വസ്റ്റ്യൻ ചെയ്യും. അപ്പൊ നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ മാത്രമേ ഞാൻ പറയത്തുള്ളൂ. അപ്പൊ നമ്മുടെ ഇന്നത്തെ ടോപ്പിക് എലിജിബിലിറ്റി ഫോർ ഇന്ത്യൻ സ്റ്റുഡൻസ് ഞാനൊന്ന് മെൻഷൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിപ്പോ ഈ കഴിഞ്ഞ ഇടയ്ക്കായിട്ട് കുറെ ക്വസ്റ്റ്യൻസ് വരുന്നൊരു കാര്യം കേട്ടോ. സോ എലിജിബിലിറ്റി. സോ നമ്മളെ റഷ്യയിൽ ഇപ്പൊ ഒരു കുട്ടിക്ക് ജോയിൻ ചെയ്യണമെങ്കിൽ മിനിമം 17 വയസ്സ്, 17 ഇയേഴ്സ് ഓൾഡ് ആയിരിക്കണം. ഞാൻ ജോയിൻ ചെയ്തപ്പോ എനിക്ക് 17 വയസ്സേ ഉള്ളായിരുന്നു. അതാണ് നമ്മുടെ ഏജ് ക്രൈറ്റീരിയ വരുന്നത്. പിന്നെ നിങ്ങൾക്ക് ലൈക്ക് നിങ്ങൾ എത്രത്തോളം മൂത്താലും പ്രോബ്ലം ഇല്ല. ഐ മീൻ ചില ആൾക്കാരുണ്ടല്ലോ, ചില കോഴ്സ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം വീണ്ടും MBBS ജോയിൻ ചെയ്യണം, അതുപോലെ ആഗ്രഹമുള്ള ആൾക്കാർ. അപ്പൊ അങ്ങനെ അത് പഠിക്കുന്നവരുണ്ട്. ഇപ്പം എന്റെ അണ്ണൻ പഠിച്ച സമയത്ത് അണ്ണന്റെ കൂടെ ഒരു ഫ്രണ്ടും ആ പുള്ളിയുടെ ഫാദറും പഠിച്ചിട്ടുണ്ട്. സോ അങ്ങനത്തെ ഏജ് ലിമിറ്റ് ഇല്ല. നമുക്ക് മിനിമം 17 ഇയേഴ്സ് ആണ് വേണ്ടത്. ദെൻ മാർക്കിന്റെ കാര്യം എല്ലാവരും ചോദിക്കുന്നൊരു കാര്യമാണ്. PCB, ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി. നമുക്ക് ടോട്ടൽ പെർസെൻറ്റേജ് 50% ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാൻ നിങ്ങൾ എലിജിബിൾ ആണ്. അതുപോലെ അതിപ്പോ ജനറൽ കാറ്റഗറീസിന്റെ കേസാണ്. ഇനിയിപ്പം ST, SC, OBC വരുമ്പോൾ നമുക്ക് കുറച്ചും കൂടി താഴ്ന്ന മാർക്ക് മതി. ബട്ട് മിനിമം ഒരു 50 എന്തായാലും നിങ്ങൾക്ക് കാണും എന്നുള്ളത് ഉറപ്പല്ലേ? അല്ലെങ്കിൽ ആരെങ്കിലും ഈ ഒരു ഡ്രീം ചേസ് ചെയ്ത് പോവോ അല്ലേ? സോ അതാണ് PCB, ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി. ടോട്ടൽ 50% ആണ് നമുക്ക് മാർക്ക് വേണ്ടത്. ഇനി അടുത്ത കാര്യം പറഞ്ഞാൽ നീറ്റ്. എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് എനിക്ക് വരുന്നത് നീറ്റ് കമ്പൽസറി ആണോ, വിത്തൗട്ട് നീറ്റ് പോകാൻ പറ്റുമോ എന്നുള്ളതാണ്. ഇപ്പൊ നമ്മള് നോക്കുവാണെങ്കിൽ നീറ്റ് ഇപ്പം അത്യാവശ്യം കമ്പൽസറി ആക്കിയിട്ടുണ്ട്. മിക്ക കോളേജുകളും വിത്തൗട്ട് നീറ്റ് ഇപ്പൊ അക്സെപ്റ്റ് ചെയ്യുന്നില്ല. ബട്ട് വിത്തൗട്ട് നീറ്റും പോസിബിൾ ആണ്. പക്ഷെ നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു കോളേജ് തന്നെ കിട്ടണമെന്ന് നമുക്ക് വാശി പിടിക്കാൻ പറ്റില്ല. വിത്തൗട്ട് നീറ്റ് അക്സെപ്റ്റ് ചെയ്യുന്ന കോളേജസിലേക്ക് നമുക്ക് പോകാൻ പറ്റും. പക്ഷെ അങ്ങനെ എടുക്കുകയാണെങ്കിൽ, വിത്തൗട്ട് നീറ്റ് പോകുവാണെങ്കിൽ നമുക്ക് സ്ട്രെയിറ്റ് ഇന്ത്യയിൽ വന്ന് വർക്ക് ചെയ്യാൻ പറ്റത്തില്ല. നമുക്കിപ്പോൾ യൂറോപ്യൻ സൈഡിലൊക്കെ നിങ്ങൾക്ക് പോയി സെറ്റിൽ ആവാനാണെങ്കിൽ ഓക്കെ, നിങ്ങൾക്ക് വിത്തൗട്ട് നീറ്റ് പഠിക്കാം. ഇനി റഷ്യയിൽ തന്നെ സെറ്റിൽ ആവാനാണെങ്കിൽ ഓക്കെ, നിങ്ങൾക്ക് വിത്തൗട്ട് നീറ്റ് പോകാം. ഇനി ഇന്ത്യയിൽ വരണമെങ്കിൽ അറിയാമല്ലോ, നിങ്ങൾ ഏതെങ്കിലും ഇംഗ്ലീഷ് സ്പീക്കിംഗ് കൺട്രീസിൽ പോയി PG എടുത്താൽ മാത്രമേ നമ്മുടെ നാട്ടിൽ വന്ന് വർക്ക് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. വിത്ത് നീറ്റ് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് അറിയാമല്ലോ, പഠിച്ചിറങ്ങി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നാട്ടിൽ വന്ന് FMG എക്സാം കൊടുക്കണം. കൊടുത്തതിന് ശേഷം 1 ഇയർ കമ്പൽസറി ഇന്റേൺഷിപ്പ് വരുന്നുണ്ട്. ഇന്റേൺഷിപ്പ് കഴിയാൻ നിങ്ങൾക്ക് രജിസ്ട്രേഷൻ കിട്ടും. സോ ഇതാണ് വിത്ത് നീറ്റ് ഓർ വിത്തൗട്ട് നീറ്റ്. അപ്പം വിത്തൗട്ട് നീറ്റ്
ഒരു 20% കോളേജസ് മാത്രമേ ഇപ്പോൾ റഷ്യയിൽ അക്സെപ്റ്റ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ വിത്തൗട്ട് നീറ്റ് പോലെ ആഗ്രഹമുള്ളതാണെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്താൽ മതി. എന്നെ കൊണ്ട് പറ്റുന്ന ഹെൽപ്പ് ഞാൻ ചെയ്തു തരാം. വിത്ത് നീറ്റ് ലൈക്ക് അത്യാവശ്യം നല്ല FMG പാസിംഗ് റേറ്റ് ഉള്ള എല്ലാ എലിജിബിലിറ്റീസും ഉള്ള കോളേജുകൾ അറിയണമെങ്കിലും എന്നെ കോൺടാക്ട് ചെയ്താൽ മതി. എന്നെ കൊണ്ട് പറ്റുന്ന ഹെൽപ്പ് ഞാൻ ചെയ്തു തരും. സോ ഇതൊക്കെയാണ് ബേസിക് ആയിട്ടുള്ളത്. പിന്നെ ഉള്ളത് നീറ്റിന്റെ സ്കോറിന്റെ കാര്യം. ഓക്കെ, അങ്ങനെ ഹൈ സ്കോറിന്റെ ആവശ്യം നമുക്കില്ല. ജസ്റ്റ് ക്വാളിഫൈഡ് ആയാൽ മാത്രം മതി. അത് നിങ്ങൾക്ക് അറിയാമല്ലോ, ഓരോ വർഷം വരുന്ന സ്കോറിങ് എൻ്റെ ഡിഫറെന്റ് ആണ് ക്വാളിഫിക്കേഷൻ. സോ നോക്കിയിട്ട് ഇപ്പൊ 2026 പറ്റി സംസാരിക്കുവാണെങ്കിൽ ഈ വർഷത്തെ എനിക്ക് ഇപ്പോൾ ഡീറ്റെയിൽസ് കിട്ടിയിട്ടില്ല. കിട്ടുമ്പോൾ ഞാനത് അപ്ഡേറ്റ് ചെയ്യാം. അപ്പൊ ബേസിക് ആയിട്ടുള്ള നമുക്ക് ആ ഒരു ക്വാളിഫിക്കേഷൻ മാർക്ക് മാത്രം മതി. അല്ലാതെ നിങ്ങൾ ഇപ്പോൾ ഒരു 500-600 ഒക്കെ സ്കോർ ചെയ്യുന്നൊരു കുട്ടിയാണെങ്കിൽ അതിൻ്റെ ഒരു ഡിഫറൻസ് നിങ്ങൾക്ക് ഉണ്ടാവത്തില്ല. ഇപ്പം ലാസ്റ്റ് ഇയർ ആയാലും നമ്മുടെ ഫാമിലിയുള്ള കുട്ടികൾ തന്നെ റഷ്യ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു കുട്ടിക്ക് ഒരു 500 എബോവ് മാർക്ക് ഉണ്ടായിരുന്നു. അതുപോലെ ആ കുട്ടിയുടെ കൂടെ 200 സംതിങ് ഉള്ള കുട്ടികളും പോയിട്ടുണ്ട്. സോ നിങ്ങളെല്ലാം അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഈക്വൽ ആണ്, വ്യത്യാസമൊന്നും ഉണ്ടാവുന്നില്ല. ഇപ്പോൾ അഡ്മിഷൻ കാര്യങ്ങളായിക്കോട്ടെ, നിങ്ങൾ പഠിക്കുന്ന എല്ലാ കാര്യങ്ങളും എല്ലാം സെയിം തന്നെയാണ് വരാൻ പോകുന്നത്. സോ ഇതാണ് ബേസിക് ആയിട്ടുള്ള എലിജിബിലിറ്റി ക്രൈറ്റീരിയ. അപ്പോൾ 17 ഇയേഴ്സ് മിനിമം നിങ്ങൾക്ക് വേണം. 50% ഫോർ PCB. നീറ്റ് വിത്തൗട്ട് നീറ്റ് പോസിബിൾ ആണ്. ക്വാളിഫിക്കേഷൻ മാർക്ക് മാത്രം മതി ഫോർ നീറ്റ്. സോ ഇതാണ് കാര്യങ്ങൾ. ഇനി എനിക്ക് സംസാരിക്കാനുള്ളത്, ഇഷ്ടം പോലെ ഏജൻസിക്കാരുണ്ടല്ലേ, രാവിലെ തൊട്ട് വൈകുന്നേരം വരെ നിങ്ങൾ ഇതിനെ വിളിച്ചുകൊണ്ടിരിക്കുന്നത്. കാര്യം എന്നോട് കുറേ ആൾക്കാർ പറയാറുണ്ട്, ചേച്ചി രാവിലെ അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യും, എൻ്റെ രാത്രി വരെ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കും, അഡ്മിഷൻ വേണോ അഡ്മിഷൻ വേണോ അഡ്മിഷൻ വേണോ. നിങ്ങളിപ്പോൾ ഫോക്കസ് ചെയ്യേണ്ടത് നിങ്ങളുടെ 12th ആണ്. നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ ശ്രമിക്കുക. അത് കഴിഞ്ഞ് നീറ്റും നല്ലതുപോലെ ഒന്ന്, എനിക്കൊന്ന് 12th കൂടുതൽ നിങ്ങൾ നീറ്റിലൊന്ന് കോൺസെൻട്രേറ്റ് ചെയ്യുക, ഫോക്കസ് ചെയ്യുന്നൊരു കാര്യമാണ്. സോ ആ ഒരു സമയത്ത് വേറെ ഒന്നിലും പോയി തലയിടണ്ട. എന്തായാലും റഷ്യയിലേക്കൊക്കെ ആണെങ്കിൽ അഡ്മിഷൻ എടുക്കാൻ ഇഷ്ടംപോലെ ടൈമുണ്ട്. നിങ്ങൾക്ക് ഏതെങ്കിലും കോളേജിനെ പറ്റി അറിയണമെങ്കിലോ അല്ലെങ്കിൽ ബഡ്ജറ്റ് ബേസ്ഡ് ആയിട്ടുള്ളതാണെങ്കിലൊക്കെ എന്നെ കോൺടാക്ട് ചെയ്താൽ മതി. എൻ്റെ സൈഡ് ഞാൻ നിങ്ങളെ എന്തായാലും ഹെൽപ്പ് ചെയ്യാം. പിന്നെ അറിയാമല്ലോ, ഈ നമ്മുടെ നാട്ടിൽ ചില യൂണിവേഴ്സിറ്റീസ് ഉണ്ട് ഭയങ്കര ഹൈപ്പ് ഉള്ളത്. അതൊരിക്കലും അവിടുത്തെ ആ ഒരു ടീച്ചിങ് മെത്തേഡിനെ ഫോളോ ചെയ്തിട്ടൊന്നും അല്ല ആ ഹൈപ്പ് വരുന്നത്. ഇവിടെ നമ്മുടെ നാട്ടിലുള്ള പല ആൾക്കാരും നല്ലതുപോലെ പൈസ എറിഞ്ഞ് പ്രൊമോട്ട് ചെയ്തുകൊണ്ടാണ് കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിലുള്ള ആൾക്കാർ ആ കോളേജിനെ പറ്റി അറിയുന്നത്. സോ അതുപോലെ ബിസിനസ് ആണ് അവിടേക്ക് നടക്കുന്നത്. അപ്പം പല യൂണിവേഴ്സിറ്റിയിലും ഇപ്പൊ നമ്മുടെ നാട്ടിൽ കുറച്ചൊരു ഞാൻ പേരുകൾ പറയുന്നില്ല കോളേജുകളുടെ, ആ കോളേജിലൊക്കെ ബൾക്കായിട്ട് 2-3 വർഷമായിട്ട് കുട്ടികളെ വിടുവാണ്. അതുപോലെ എക്സ്പെല്ലും ആകുന്നുണ്ട് കുട്ടികൾ. ആ ഒരു റിയാലിറ്റി വെളിയിൽ വരുന്നില്ല. അതുകൊണ്ട് സെലക്ട് ചെയ്യുമ്പോൾ നിങ്ങൾ ചാടിക്കയറി സെലക്ട് ചെയ്യാതിരിക്കുക, നല്ലതുപോലെ അന്വേഷിക്കുക. ഏജൻസിക്കാർ തന്നെ കോൺടാക്ട് നമ്പർ വിളിക്കാതിരിക്കുക. അത് അവർക്ക് വേണ്ടി സംസാരിക്കുന്നവരായിരിക്കും. ഈവൻ എനിക്ക് പോലും ഓഫർ വന്നിട്ടുണ്ടായിരുന്നു, നിങ്ങൾ ഈ കോളേജിനെ പറ്റി നല്ലത് പറയുകയാണെങ്കിൽ പെർ കോൾ നിങ്ങൾക്ക് 10,000 തരാമെന്നുള്ളത്. ദാറ്റ്സ് എ റിയാലിറ്റി. സോ അതുകൊണ്ട് നിങ്ങൾ ചാടാതിരിക്കുക, നല്ലോണം അന്വേഷിക്കുക, നിങ്ങളുടെ സൈഡിൽ നിന്ന് ചെക്ക് ചെയ്യും. ഇപ്പൊ നിങ്ങൾക്ക് എന്നെ എങ്ങനെ കിട്ടി യൂട്യൂബിൽ നിന്ന്, സെയിം ലൈക്ക് ദാറ്റ് നിങ്ങൾക്ക് ആ കോളേജ് പഠിക്കുന്ന കുട്ടിയെ കിട്ടും. അതുകൊണ്ട് ഭയങ്കര ഫേമസ് ആയിട്ട് അതുപോലെ ബിസിനസ് നടക്കുന്ന യൂണിവേഴ്സിറ്റി നോക്കാതിരിക്കുക. കാര്യം നമ്മുടെ നാട്ടിൽ ഇപ്പം ഇത്ര ഏജൻസിക്കാരുണ്ട്, ഇന്ന കോളേജ് എന്ന് മാത്രം പറഞ്ഞ് കുറെ വർഷങ്ങളായിട്ട് ഇരിക്കുന്നത്. അപ്പൊ അവിടേക്ക് എന്തുമാത്രം കുട്ടികൾ പോകണമെന്ന് ആലോചിച്ചാൽ മതി. ഇവരതുപോലെ ബിസിനസ് ചെയ്യുന്നുണ്ട്, അതുപോലെ എക്സ്പെൽ നടക്കുന്നുണ്ട്. എക്സ്പെൽ സമയത്തൊക്കെ ഞങ്ങൾ കോൺടാക്ട് ചെയ്യും. ഇപ്പൊ എന്റെ ഫ്രണ്ട്സിനായാലും എനിക്കും വരുന്നുണ്ട് ഇഷ്ടംപോലെ കോൾസ്. ചേച്ചി ഇന്ന കോളേജിലാണ് ഞാൻ പഠിച്ചത്, എന്നെ ഒന്ന് ട്രാൻസ്ഫർ എടുത്ത് വേറെ കോളേജിലേക്ക് മാറ്റാമോ എന്ന് ചോദിച്ചു. സോ ഇപ്പൊ ട്രാൻസ്ഫർ ഒന്നും പോസിബിൾ അല്ല. അതുകൊണ്ട് നോക്കിയും കണ്ട് മാത്രം അഡ്മിഷൻ എടുക്കുക. എല്ലാവരെയും കണ്ണുപിടിച്ച് വിശ്വസിക്കാതിരിക്കുക. അപ്പം എന്തെങ്കിലും ഡൗട്ട് നിങ്ങൾക്ക് ഏതെങ്കിലും കോളേജിനെ പറ്റി അറിയാനോ അല്ലെങ്കിൽ ലോ ബഡ്ജറ്റ് യൂണിവേഴ്സിറ്റി അറിയണമെങ്കിൽ ഈ നമ്പറിൽ മെസ്സേജ് ഇട്ടാൽ മതി. മെസ്സേജ് ഇടുന്ന സമയത്ത് നിങ്ങൾ ആരാന്നുള്ളത് ഒന്ന് മെൻഷൻ ചെയ്യുക. അപ്പൊ ഞങ്ങൾ ഫ്രീ ആകുമ്പോഴേക്കും ഉറപ്പായിട്ട് നിങ്ങൾക്ക് റിപ്ലൈ തന്നിരിക്കും. അപ്പൊ അടുത്ത വീഡിയോ കാണുന്നവരേക്കും ബൈ ഗൈസ്.